Guys, today we are talking about the graduation industry in India. I think this is the right place to talk about this particular industry. കഴിഞ്ഞ 13 വർഷമായിട്ട് ഷോ റൈഡർ മെയിൻലി MBBS ബാച്ചസിന്റെ ഗ്രാജുവേഷൻസ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് 248 ബാച്ചസ് അക്രോസ് സൗത്ത് ഇന്ത്യ. നോർത്ത് ഇന്ത്യയിൽ 2-3 കോളേജ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ബാക്കിയെല്ലാം നമ്മൾ സൗത്ത് ഇന്ത്യയിലാണ് ചെയ്തത്. ഞാൻ ശരിക്കും ഗ്രാജുവേഷൻ ഡൊമൈനിലേക്ക് വളരെ യാദൃശികമായിട്ട് വന്നുപെട്ടതാണ്. സത്യം പറയുകയാണെങ്കിൽ ഞാനൊരു ഷോ കോൺസേർട്ടിന് വേണ്ടി അവിടെ ചെന്നപ്പോൾ ഐ വാസ് അസിസ്റ്റിംഗ് എ മ്യൂസിക് ഡയറക്ടർ. ആളുടെ ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ ചെല്ലുന്നത്. അത് വന്നത് 2K6 അഡ്മിഷൻ ആണ് പരിയാരം മെഡിക്കൽ കോളേജിൽ. നെക്സ്റ്റ് ഇയർ ആണ് ഞാൻ അവിടുത്തെ ഗ്രാജുവേഷൻ, അതായത് 2007 അഡ്മിഷൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്രാജുവേഷൻ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. പക്ഷെ അന്നത്തെ സമയത്ത് ഇത്രയും ഒരു വൈഡർ ആയിട്ട് ഗ്രാജുവേഷൻ ചെയ്യുന്ന ഗ്രൂപ്പൊന്നും ഞാൻ കണ്ടിട്ടില്ല. എസ്പെഷ്യലി MBBS ബാച്ചിൽ ഓരോ ജില്ലകളിലും അവിടെയുള്ള ബാക്കി എല്ലാ ഇവന്റുകളും ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഗ്രാജുവേഷൻ ചെയ്യുന്നത്. വൺസ് ഷോ റൈഡർ എൻ്റർ ഇൻ ടു ദിസ് പിക്ചർ, അവിടുന്നാണ് ദ ഹോൾ ഗെയിം ചേഞ്ച്ഡ്. അതായത് നമ്മൾ തന്നെ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അറ്റ് എ ടൈം ചെയ്യാൻ തുടങ്ങുന്നു. ഇന്ന് കാണുന്ന ഗ്രാജുവേഷൻ ഇൻഡസ്ട്രിയുടെ സ്കെയിൽ എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബെഞ്ച് മാർക്കാണ്. അത് കേരളത്തിലാണെങ്കിലും കേരളത്തിന്റെ പുറത്താണെങ്കിലും. ഞാൻ പരിയാരം ചെയ്തു, കോട്ടയം ചെയ്തു, കാലിക്കറ്റ് ചെയ്തു. കാലിക്കറ്റ് ഞാൻ 52ാമത്തെ ബാച്ചിനാണ് ഞാൻ ചെയ്തത്. ഇന്ന് അവിടുന്ന് 63 64 ആണ് ഇറങ്ങി കഴിഞ്ഞത്. സോ CMC ചെയ്തതിനു ശേഷം എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എൻ്റെ ഈ ഒരു ഗ്രാജുവേഷൻ ഇൻഡസ്ട്രിയിൽ. സോ 248 ബാച്ചസ് ഒക്കെ നമുക്ക് ഗ്രാജുവേഷൻ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരുപാട് ഓർമ്മകളാണ്, ഒരുപാട് എക്സ്പീരിയൻസസ് ആണ്. വൈ ദിസ് ഗ്രാജുവേഷൻ ഡേ ഈസ് സോ ഇമോഷണൽ ഫോർ ഓൾ ദ മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസ്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ഡേക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ കഴിഞ്ഞൊരു 10, 15, 20 വർഷം അവരുടെ ഫാമിലിയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. സോ ഇവിടെ നമുക്ക് ഒരിക്കലും ചാൻസ് എടുക്കാൻ പറ്റാത്തൊരു ഡേ ആണ്. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് എന്താണോ ഇതെല്ലാം നന്നാവണം. ഒരിക്കൽ പോലും ഒരു ബാക്ക് ഫയർ ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റുഡൻസിനും പാരന്റ്സിനും ഒരുപോലെ ഇമോഷണൽ ആയിട്ടുള്ള ഈ പ്രോഗ്രാം എത്രമാത്രം എക്സ്പീരിയൻസ് ഫുൾ ആക്കാനായിരിക്കും ഷോ റൈഡർ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ടോപ്പ് ഓഫ് ദാറ്റ് സ്റ്റുഡൻസിന്റെ ഇമോഷൻസ് എന്താണെന്ന് കണ്ടറിഞ്ഞ് ആ ദിവസം അവർ ആഗ്രഹിക്കുന്ന ഹസിൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഗ്രാജുവേഷന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് അവരുടെ ലൈഫിലേക്ക് എത്രത്തോളം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, ദാറ്റ്സ് എ ഗെയിം. താങ്ക് യു.